ഹായ് ഫ്രണ്ട്സ്, കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ കോളേജ് ജോയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്നാണ് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. മിക്കവാറും ഈവനിങ് ആഫ്റ്റർനൂൺ ആയിരിക്കും തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് കിട്ടിയേക്കാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി ഹയർ ഓപ്ഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയും മാറ്റം വന്നേക്കാം. എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിർബന്ധമായും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന കോളേജിൽ കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യേണ്ടതാണ്. അവിടുന്ന് ആവശ്യമായ ഫീസൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ സാധാരണ കോളേജുകളിൽ ജോയിനിങ് സമയത്ത് നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചില കോളേജ് കൊടുക്കാറുമുണ്ട്. എന്തായാലും ജൂലൈ 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോഴേക്കും പ്രധാനപ്പെട്ട 3 അലോട്ട്മെൻറ്റുകളിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റാണ് ഇന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല, ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ആദ്യം അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത്. സൈറ്റ് നോക്കുക. സൈറ്റ് ചില സമയത്ത് ജാമായി നിൽക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ ആയി കിട്ടും. എന്തായാലും മിക്കവാറും ആഫ്റ്റർനൂൺ തന്നെ ആയിരിക്കും. അപൂർവം ചിലപ്പോൾ രാവിലെയും പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന കോളേജ് കോഴ്സ് കിട്ടട്ടെ. അതുപോലെ തന്നെ ചേഞ്ച് ആഗ്രഹിച്ച കുട്ടികൾക്ക് അതും സംഭവിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ 3ാം അലോട്ട്മെൻറ്റാണ് എന്ന് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം കാണിക്കുന്നുണ്ട്.